ഉണ്ണിവന്തന്നിക്കിലേം അടിപൊളി നല്ല ക്ലീൻ ഫാമിലി എന്റർടൈൻമെന്റ് നല്ല മൂവിയാണ്. നല്ല പടം ചെയ്തിട്ടുണ്ട്. മാർക്കോ കഴിഞ്ഞിട്ട് പുള്ളിയുടെ വേറെ വെറൈറ്റി ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. വൺ ഡേ വാച്ച് മൂവി. നല്ല പടം. കുഴപ്പമില്ല. ഒരു സെലക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി കഥയാണ്. ടോട്ടലി ഒരു കുട്ടികളില്ലാത്തവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു മൂവി. കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല പടം. നല്ല പടം. നല്ല ഗംഭീര പടമാണ്. വളരെ മനോഹരമായിട്ട് പടം മേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഉണ്ണി വളരെ രസമായിട്ട് വേറെ റേഞ്ചിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല പടം. തീർച്ചയായിട്ടും പടം വർക്കാവും. പക്ക ഫാമിലി മൂവിയാണ്. ഉറപ്പായിട്ടും 100% ഫാമിലി മൂവിയാണ്. ഒരു ഫാമിലിയോടൊത്തു വേണ്ടി തന്നെയാണ് ഈ പടം കാണേണ്ടത്. ഉറപ്പായിട്ടും നല്ല ഗംഭീര സിനിമയാണ്. നഷ്ടമാവില്ല ഈ സിനിമ കാണുന്നത്. ഫാമിലി മസ്റ്റ് മൂവിയാണ്. നല്ലൊരു മെസ്സേജാണ്. തിയേറ്ററിൽ തന്നെ കാണണം. പിള്ളേരില്ലാതെ ഒരുപാട് അനുഭവിക്കുന്ന ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു എന്താ പറയുക മുന്നേറ്റം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വെരി ഗുഡ്. എല്ലാവർക്കും ഫാമിലിക്ക് നല്ല എക്സ്പീരിയൻസ് അത് കാണാനുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. എന്നോട് റിവ്യൂ ചോദിക്കരുത്. ആൾക്കാരുടെ ഇഷ്ടംപോലെ ചോദിച്ചു. അടിപൊളി. ഇഷ്ടപ്പെട്ടോ? അപ്പൊ എല്ലാരും പോയി കണ്ടിട്ടുണ്ട്. പ്രേക്ഷകർ ഭയങ്കര ഹാപ്പിയാണ്. അത് ഞങ്ങള് വിനയോട് പറയാം. നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇതിനെ കുറിച്ച് പറയാൻ. നല്ലതാണ്, പോയി കാണണം. എല്ലാവരും എന്തായാലും പോയി കാണാം. അത് അതിന്റെ ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിട്ട്. ഞാനും ആദ്യമായിട്ട് കാണണം. അപ്പം ഫുൾ മൂവി ആദ്യം കണ്ടതിന്റെ എക്സ്പീരിയൻസിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി ഇത് കണ്ടിട്ട് ഫൺ മൂവിയാണ്. ആൻഡ് ഇവരുടെ കെമിസ്ട്രി ഭയങ്കര രസമായിട്ടുണ്ട്. ഉണ്ണി ആൻഡ് നിഖില വെരി ക്യൂട്ട്. നല്ല രസമുണ്ട്. സോ എല്ലാവർക്കും എന്താണ് പെർഫോമൻസ് നന്നായിരുന്നു. ഉണ്ണിയുടെ ഒരു ഡിഫറെന്റ് ഒരു ഫൺ മോഡ് കാണാം. പിന്നെ നിഖിലയുടെ ഒരു കുറുമ്പ് ഒക്കെ നല്ല നന്നായിട്ടുണ്ട്. നല്ല മൂവി, നല്ലൊരു എൻഗേജിങ്, നല്ല ഫൺ. എല്ലാവരും കുട്ടികളും ഫാമിലി എല്ലാവരുമായിട്ട് കാണേണ്ടത് ഉള്ളൊരു മൂവി. എല്ലാവർക്കും വന്നിരുന്ന് കാണാം. ഭയങ്കര കളർഫുൾ ആണ്, ഭയങ്കര പ്ലസന്റ് ആണ്. അപ്പൊ എനിക്ക് പേഴ്സണലി നിങ്ങളോട് ചോദിക്കണം എന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന്. കാരണം മാർക്കോ കഴിഞ്ഞിട്ട് വരുന്നൊരു സിനിമയാണല്ലോ. പക്ഷെ ഉണ്ണി വളരെ വേഴ്സറ്റൈൽ ആയിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര വർക്കായി സിനിമ. ഞാൻ വിനയൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയാണ്, ഭയങ്കര നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്ക്. ഏത് ഏജ് ഗ്രൂപ്പിനും വന്ന് കാണാം. ആർക്കും അങ്ങനെ ഒരു ഭയങ്കര സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും സിനിമ എടുക്കും കാണുമ്പോൾ നമുക്ക് വേണ്ട. എനിക്കൊന്ന് ഇങ്ങനത്തെ സിനിമകളും വരണമല്ലോ. നമുക്ക് കുറച്ചൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്നാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര വർക്കായി. അപ്പം നിങ്ങളെല്ലാവരും സിനിമ കണ്ട ആൾക്കാരല്ലേ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമായോ? ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടാണോ വന്നത്? ഇതാണോ എക്സ്പെക്ട് ചെയ്തത്? ഫാമിലി മൂവി ആവുമെന്നാണോ എക്സ്പെക്ട് ചെയ്തത്? അപ്പൊ അത് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.